ശബരിമല വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ തള്ളി ബി.ഡി.ജെ.എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി. ശബരിമലയിൽ സ്വർണ്ണ മോഷണത്തിൽ CPIM ഉത്തരവാദിയാണെന്ന് പറയാൻ സാധിക്കില്ലെന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ CPIMന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ പറ്റില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറയുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ അവിടെ അഴിമതിയൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും വിശദമായ അന്വേഷണം വേണമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരുപാട് കള്ളന്മാരുണ്ട്. എല്ലാ കള്ളന്മാരെയും ഇത് ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ മേത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റാണ്, ഇതിന് മുമ്പത്തെ ആളാണ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ മേത്തൊരു അവസ്ഥയാണ്. ഇതിന് ഒരു 10-25 വർഷക്കാലത്തെ ഒരു ഓഡിറ്റ് എടുത്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ അറിയാൻ പറ്റൂ. ഇപ്പം എനിക്ക് ഈ പരമാവധി എടുത്തുകൊണ്ട് പോയത് നേരത്തെ മോട്ടിച്ചതിൻ്റെ മിച്ചമാണെന്ന് നമുക്കറിയാമോ? എല്ലാ രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ഇത് കൃത്യമായി നോക്കി ആരെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പോൾ CPM എന്നോ അല്ലെങ്കിൽ CPI എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. കാര്യം ഏതാണ്ട് ഇപ്പം ഈ ഒരു 10-25 വർഷക്കാലത്തെ ഒരു ഓഡിറ്റ് നടത്തിയാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവിടെ ഇരിക്കുന്ന സ്വർണം പോലും എന്താണെന്നുള്ളത് അറിയണം. ഇപ്പം തിരുവാഭരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഉരച്ചു നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഷാജഹാൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷി BDJS വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതൊക്കെ CPIMന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നിങ്ങൾ നോക്കുന്നത്? അതിൻ്റെ ആ ഒരു രാഷ്ട്രീയ അജണ്ട BDJS മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭദ്ര, അത് തന്നെയാണ് കാര്യം. രാജീവ് ചന്ദ്രശേഖർ അതിന് മുൻപായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് CPIMന്റെ അറിവോടുകൂടിയാണ്, ഇതിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി അറിയാതൊരു കാര്യവും നടക്കില്ല എന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചത്. പക്ഷേ അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളിയോടും സമാനമായ രീതിയിൽ മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 25 വർഷത്തെ ഒരു ഓഡിറ്റ് ചെയ്താൽ മാത്രമേ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് യഥാർത്ഥ കള്ളൻ എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ CPM ആണോ അതോ അല്ലെങ്കിൽ CPI ആണോ അല്ല കോൺഗ്രസ് ആണോ എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇത് ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പക്ഷേ ഒരു 10-25 വർഷമായിട്ട് ഒട്ടനവധി കള്ളന്മാരവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആരായിരിക്കും ഇതിന് പിന്നിലെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ പരിശോധനകൾ നടന്നാലേ അത് നടക്കുകയുള്ളൂ. മാത്രമല്ല ഇതിപ്പോൾ CPIMന്റെ തലയിൽ കെട്ടിവെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ള രീതിയിൽ ആണ് BDJS, അതായത് BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJSന്റെ അധ്യക്ഷൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവർ ആലപ്പുഴയിൽ ഇരുവരും എത്തിയിരുന്നു. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരം വാർത്തകൾ നൽകിയിരുന്നു. BDJSനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് BJP ഇപ്പോൾ ജില്ലയിൽ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധവും പ്രതികരണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് 100-ലധികം സീറ്റുകളിൽ BDJS കോടം എന്ന ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. NDA എന്ന ചിഹ്നത്തിൽ BJP മത്സരിക്കുന്നു. പരസ്പരം പല വാർഡുകളിലും BJPയുടെ ഘടകകക്ഷിയായ BDJSനെതിരെ BJP മത്സരിക്കുന്നു, അല്ലെങ്കിൽ BJP പിന്താങ്ങിക്കൊണ്ട് സ്വതന്ത്രരെ നിർത്തുന്നു. ഇങ്ങനെ പൂർണ്ണമായിട്ടും ജില്ലയിൽ BDJSന് അല്ലെങ്കിൽ NDAയ്ക്കകത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾക്കായി ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. പക്ഷേ ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു. ഒരു കാര്യവും തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണെന്ന്. ഇന്നത്തോടുകൂടി കഴിയുമ്പോഴത്തേക്കിനി എന്തായാലും ചിത്രം വ്യക്തമാകും. പക്ഷേ പല സ്ഥലങ്ങളിലും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് BDJS ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നിടത്ത് അവരൊറ്റയ്ക്ക് തന്നെ മത്സരിക്കും. BJPയുമായിട്ട് യാതൊരുവിധ യോജിപ്പിനും നിൽക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല BDJSന്റെ കാര്യത്തെക്കുറിച്ച് BJP അധ്യക്ഷനോട് നമ്മൾ ചോദിച്ചപ്പോൾ കേരളത്തിൽ നമുക്കറിയാം BDJS ആണ് BJPയുടെ അടിത്തറ പാകിയിരിക്കുന്നത്. അവരിൽ നിന്നാണ് BJPക്ക് കൂടെ കുറേ അധികം വോട്ടുകൾ ലഭിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനൊക്കെ തന്നെ BDJSനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടും കേരളത്തിൽ BJPക്ക് വോട്ട് ലഭിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ലഭിക്കുന്ന വികസനത്തിൻ്റെ വോട്ടുകളാണ് എന്ന് പറയുകയാണ് തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും ഈ ഘടകകക്ഷികൾ കേരളത്തിലെ BJPയുടെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള BDJS ഇപ്പോൾ ഏതാണ്ട് അവരിൽ നിന്നും അകന്ന് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അവസാന ദിവസമാണ്, പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ 3-4 സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നു. പല സ്ഥാനാർത്ഥികളെ നിർത്തിയവരോട് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് പോലും സ്ഥാനാർത്ഥിയാകാൻ പറഞ്ഞു. അദ്ദേഹം ചുവരെഴുത്ത് നടത്തി, പ്രചരണം നടത്തി. ഏറ്റവും ഒടുവിൽ ഇന്നലെ അദ്ദേഹത്തോട് മാറിയിട്ട് പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ വരുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. ലീഗിന് സീറ്റ് നൽകുന്നില്ല. ഘടകകക്ഷിയായിട്ടുള്ള ലീഗിന് ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ 7-8 സീറ്റുകൾ നൽകിയെങ്കിലും ഈ 8 സീറ്റുകളിലും കോൺഗ്രസ് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ 8 സീറ്റുകളും 9 സീറ്റുകളും ഉണ്ടായിരുന്നു. ആലപ്പുഴ നഗരസഭയിൽ ഏറ്റവും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിന് ഒറ്റ സീറ്റില്ലാതെ. അങ്ങനെ പൊതുവെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ LDFൻ്റെ പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. അവരുടെ പ്രചരണം ആരംഭിച്ചു. 2ാം വട്ട ഭരണത്തിലേക്ക് കടക്കുന്നു. കൺവെൻഷനുകൾ കഴിഞ്ഞു. ഇങ്ങനെ തിരഞ്ഞെടുപ്പ് രംഗം സജീവമാകുമ്പോൾ പോലും കോൺഗ്രസും NDAയും ഒക്കെ തന്നെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.